നമ്മൾ ഓരോ കാര്യത്തിലും ചില പക്വതയും നിലപാടുകളും പുലർത്തേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് അതിലെടുത്തൊരു സമീപനമുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആർക്കൊക്കെ ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നുള്ള നിലപാടല്ലേ ഈ ഗവൺമെൻറ് എടുത്തത്. പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കേരളത്തിൽ സംഭവിച്ചത്? സഖാക്കള് കള്ളന്മാരാണ്, അയ്യപ്പൻ്റെ എടുത്തുകൊണ്ട് പോയി, സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നൊരു പാരഡി പാട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ? എത്ര മ്ലേച്ഛമാണത്, എത്ര നിലവാരശൂന്യമാണ്. വലിയ നിലവാരമുള്ളവരെ പോലൊക്കെ അല്ലേ ഈ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ സംസാരിക്കുന്നത്. സഖാക്കളെല്ലാം കള്ളന്മാരാണോ? സഖാക്കൾ ആരെങ്കിലും കള്ളന്മാരാണെങ്കിൽ അവരുടെ മേൽ വേറെ ആരും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. പാർട്ടി നടപടിയെടുക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം അതാണ് ചരിത്രം. ആ സമയത്താണ് ഇത്തരത്തിൽ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട്. പാരഡിഗാനമായിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. എന്തെല്ലാം ആരെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളും പാരഡി രൂപത്തിൽ പറയുന്നു ഇല്ലേ? മുണ്ടശ്ശേരി മണ്ടനാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഒരു മുദ്രാവാക്യം ഒരുതരം പാരഡിയാണ്. ഇപ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മണ്ടനാണെന്ന് പറയുന്നത് മണ്ടന്മാർക്ക് മാത്രമേ പറ്റൂ. പക്ഷെ അതാണ് വിമോചന സമര കാലത്ത് പറഞ്ഞത്. മുണ്ടശ്ശേരി മാഷ എഴുതി ഏതെങ്കിലും ഒരു പുസ്തകം മറിച്ച് നോക്കിയാൽ മുണ്ടശ്ശേരി മണ്ടൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രാസം ഒപ്പിച്ച് എന്ത് വേണമെങ്കിലും പറയാം. അതാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയം. EMSനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. കോൺഗ്രസ്സുകാർ വിളിച്ച മുദ്രാവാക്യം, AKGയെ കുറിച്ച് വിളിച്ച മുദ്രാവാക്യമുണ്ട്. AKGയുടെ വയ്യാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുമ്പോൾ. ഇതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല. അപ്പം നിലവാരമില്ലാത്ത പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അവസാനത്തെ ആശ്രയമാണ്. അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എന്താ നമ്മൾ കണ്ടത്? അടൂർ പ്രകാശ് ഒക്കെ ആയിട്ട് എനിക്ക് വലിയ ആദരവുള്ള ഒരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി. ഡൽഹിയിൽ വെച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ. അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ പോറ്റിയെ കയറ്റിയ സഖാക്കളാണെന്നുള്ള കള്ള വ്യാജ പാരഡി ഇറക്കി വോട്ട് പിടിച്ച് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മെച്ചം ഉണ്ടാക്കാൻ പറ്റി.